and the holes. Semiconductors, different types, intrinsic semiconductor, extrinsic semiconductors, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെമികണ്ടക്ടേഴ്സിലെ ഇതിൻ്റെ രണ്ട് കാരിയേഴ്സാണ് ഇലക്ട്രോൺസും ഹോൾസ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിലെ അതിൻ്റെ എഫക്ട്സ് എന്താണ്, എങ്ങനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ ക്രിസ്റ്റൽ കാർബൺ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് സിലിക്കണാണ്. നമ്മളോട് പറയാൻ പോകുന്ന രണ്ട് സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺസ് ആൻഡ് ജെർമേനിയമാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. സിലിക്കൺ ജെർമേനിയം അതിൻ്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആഫ്റ്റർ sp3 ഹൈബ്രിഡൈസേഷന് ശേഷം 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്, ആ ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ 2 തരം ബോണ്ട് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ബോണ്ടിനെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും സെക്കൻഡ് ഓർബിറ്റലിനെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നും പറയും. നമ്മൾ ഫിസിക്സിൽ ഇല്ല കെമിസ്ട്രിയിൽ പഠിച്ചതാണ്, +1 കെമിസ്ട്രിയിൽ. സോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. 4 ഇലക്ട്രോൺസ്, ഓരോ കാർബണും 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൽ ഈ 4 ഇലക്ട്രോൺസ് ഫില്ലാവും. സോ 4 ഇലക്ട്രോൺസ് വിൽ ബി ഫിൽഡ് ടു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എംറ്റി ആയിരിക്കും നോർമൽ കണ്ടീഷനിൽ. സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജിയെ നമ്മൾ വാലൻസ് ബാൻഡ് എനർജി എന്ന് പറയും. അതായത് നോർമൽ കണ്ടീഷനിൽ ഫിൽഡ് ആയിട്ടുള്ള എനർജി, വാലൻസ് ബാൻഡ് എനർജി, ആൻഡ് ദേ ആർ ഇൻ ഫിൽഡ് കണ്ടീഷൻസ്. സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിനേക്കാളും ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ മോർ എനർജി കണ്ടീഷനായിരിക്കും നമ്മളുടെ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിനുള്ളത്. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനേക്കാളും കൂടിയ എനർജി ആയിരിക്കും. സോ നമ്മളുടെ സിലിക്കണിൻ്റെ കേസിൽ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എംറ്റി സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺസും ആ ഓർബിറ്റൽസ് ഉണ്ടാവില്ല. അതിനെ നമ്മൾ ടൈമിങ് ഇതിനെ വിളിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്നാണ്. ഓക്കെ, സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഇലക്ട്രോൺസിന് നമുക്ക് അതിൻ്റെ അസോസിയേറ്റഡ് എനർജി ലെവൽസിനെ വാലൻസ് ബാൻഡ് എന്നും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിന് അല്ലെങ്കിൽ അവിടെ ഒക്യുപ്പൈ ചെയ്യേണ്ട ഇലക്ട്രോൺസിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എനർജി എന്നും വിളിക്കും. സോ നോർമലി ഇൻ അവർ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഈ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസും തമ്മിൽ ചെറിയ ഒരു എനർജി ഡിഫറൻസേ ഉള്ളൂ. സോ ഇതാണ് നമ്മളുടെ വാലൻസ് ബാൻഡ് എനർജി ലെവൽ EV എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവൽ എന്ന് പറയുന്നത്. സോ വാലൻസ് ബാൻഡ് എനർജി ലെവലിൻ്റെ ടോപ്പും കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവലിൻ്റെ മിനിമം അല്ലെങ്കിൽ ബോട്ടം പോയിൻറ്റും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഈ EG എന്ന് പറയുന്നത് സിലിക്കൻ്റെ കേസിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കറിയാം. സോ നോർമലി റൂം ടെമ്പറേച്ചറിൽ മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എല്ലാം ഒക്യുപ്പൈ ചെയ്യുന്നത് വാലൻസ് ബാൻഡിലായിരിക്കും. ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് എംറ്റി ആയിരിക്കും, ഒരു ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. സോ ദേ ആർ നോട്ട് ഗുഡ് കണ്ടക്ടേഴ്സ് ഇൻ റൂം നോർമൽ അറ്റ് 0 കെൽവിൻ. 0 കെൽവിനിൽ ഒരു ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിൽ ഇല്ല, അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോയിൽ ഒരു ഇലക്ട്രോൺസും കണ്ടക്ഷൻ ബാൻഡിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0 കെൽവിൻ ഇൻക്രീസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, ആ ഓരോ സിലിക്കൺ ആറ്റവും നെയ്ബറിങ് സിലിക്കൺ ആറ്റമായിട്ട് കോവാലന്റ് ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിൻ്റെ അറ്റോമിക് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഒരു സിഗ്മ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ സിലിക്കൺ ആറ്റത്തിനും 4 സിഗ്മ ബോണ്ട് വെച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നോർമലി റൂം ടെമ്പറേച്ചർ വരുമ്പോൾ ഈ ഇലക്ട്രോൺസിന് കൂടുതൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ നിന്ന് കൂടുതൽ എനർജി ഗെയിൻ ചെയ്യും. എനർജി ഗെയിൻ ചെയ്യുന്നതിൻ്റെ കാരണമായിട്ട് എന്താ സംഭവിക്കുക, ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യും. കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന 2 ഇലക്ട്രോൺസിൽ ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ മേ ഗോ ടു കണ്ടക്ഷൻ ബാൻഡ്, പ്രൊമോട്ട് ടു കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലക്ട്രോൺ ഹോൾസ് പെയർ.
ഓക്കെ, സോ ഈ സിലിക്കൺ ആറ്റത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ സിലിക്കൺ ആണെങ്കിൽ ഫസ്റ്റ് സിലിക്കൺ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺസ് 3 ബോണ്ട് അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ആണ്. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നതിനാണ് കൂടുതൽ എനർജി കിട്ടിയത്. ഇവിടെ ഉണ്ടായിരുന്ന ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. ഈ ഇലക്ട്രോൺ ഫസ്റ്റ് സിലിക്കൺ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സോ ഈ സിലിക്കണിന് ഓൾറെഡി ഒരു ഇലക്ട്രോൺ ലൂസായി. ആ ലൂസായ ഇലക്ട്രോണിനെ നമ്മളവിടെ വേക്കൻസി എന്നാണ് പറയുക. ആ വേക്കൻസി നമ്മൾ ടൈം ബീയിങ് വിളിക്കുന്നതാണ് ഹോൾ എന്ന്. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ ഡിസ്കഷൻ പറയാം എങ്ങനെയാണ് ഹോൾ എന്ന് പറയുന്നത്. സോ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്ത ഇലക്ട്രോൺസിനപ്പോൾ ഈ സമയത്ത് കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആണ് സെയിം ഗ്യാപ്പ് അല്ലെങ്കിൽ എം ടി സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ഹോൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ. സോ ഏത് സമയത്തും ഈ ലൊക്കേഷനിലേക്ക് ഒരു ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഈ സിലിക്കൺ ആറ്റത്തിനുണ്ട്. സോ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോൾ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹോൾസ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ആസ് ദ ടെമ്പറേച്ചർ ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് റേസ്ഡ് ഫ്രം 0 Kelvin നിന്ന് റേസ് ചെയ്യുമ്പോൾ സം ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് റിസീവ് ഇനഫ് തെർമൽ എനർജി ടു ബി എക്സൈറ്റഡ് അക്രോസ് ദ ബാൻഡ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ ടെമ്പറേച്ചറിൽ നിന്ന് 0 Kelvinനേക്കാൾ കൂടുതൽ ഒരു ടെമ്പറേച്ചർ വരുന്ന കണ്ടീഷനിൽ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ കൊവാലൻ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്ത് വാലൻസ് ബാൻഡിൽ നിന്ന് എക്സൈറ്റ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. This results in a material with some electrons in conduction band and some occupied states in the valence band. ഞാൻ പറഞ്ഞതുപോലെ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്ത് അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ കുറച്ച് ഇലക്ട്രോൺസ് അവൈലബിൾ ആയിരിക്കും. ലൂസായ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നമുക്ക് അതിനെ വേക്കൻസി എന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. Okay, the empty state in the valence band is referred to as a hole or electron deficiency. So valence ബാൻഡിൽ നിന്ന് ലൂസ് ആയ ആ ഇലക്ട്രോൺസ് ടൈം ബീയിങ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടക്ഷൻ ബാൻഡിലാണ്. സോ വാലൻസ് ബാൻഡിൽ ഇപ്പോൾ ഒരു വേക്കൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേക്കൻസിയെ പറയുന്ന പേരാണ് ഹോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളെ എനർജി ബാൻഡ് ഡയഗ്രം എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് 0 Kelvinൽ ഈ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല. ഓക്കെ, സോ 0 Kelvin മാറി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ വരുന്ന അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഈ ഓരോ ഡോട്ട് വൈറ്റ് ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നതിൽ ഓൾറെഡി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു ഓരോ സിലിക്കൺ ആറ്റത്തിനും. സോ ഇലക്ട്രോൺസ് എനർജി ഗെയിൻ ചെയ്യുമ്പോൾ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ആ സമയത്ത് 0 Kelvinൽ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും. സോ ഓരോ വൈറ്റ് പൊസിഷൻ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ ഓരോ ഇലക്ട്രോൺസ് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾക്ക് പറയാൻ പറ്റും ഈ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ ഈ കുറച്ച് ഫ്യൂ സിലിക്കൺ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എല്ലാം ഇവിടെ മിസ്സായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ മിസ്സായ ഈ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ബീയിങ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോൾസ് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ഇലക്ട്രോൺസ് വന്നാൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ എനർജി ലൂസായ ടെമ്പറേച്ചർ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, സോ വാലൻസ് ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഈ സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലൻസ് ബാൻഡിൽ തന്നെ വേറെ ഏതെങ്കിലും ഇലക്ട്രോൺസ് ഹോൾ സ്പേസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആദ്യം ഒക്യുപ്പൈ ചെയ്യുന്നത് ഈ ടോപ്പ് ലെയറിലുള്ള ഈ ഹോളിലായിരിക്കും. ദെൻ ആഫ്റ്റർ ഇറ്റ് മേ പ്രൊമോട്ട് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ ഈ ഹോൾ ലൊക്കേഷനിലേക്ക് ഈ വാലൻസ് ബാൻഡിൽ തന്നെയുള്ള ഏതെങ്കിലും നെയ്ബറിംഗ് സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാം. എക്സ്റ്റേണലിൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും സോഴ്സിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാം. സോഴ്സ് എന്ന് പറയുന്നത് സപ്പോസ് വി ആർ ഗിവിങ് എ പൊട്ടൻഷ്യൽ, ഒരു ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. സോ ബാറ്ററിയിൽ നിന്ന് പറയുന്ന ഇലക്ട്രോൺസ് ഇവിടെ ഒക്യുപ്പൈ ചെയ്യാം. സോ ഈ ഫ്രീ സ്പേസിലെല്ലാം ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യും. സോ ഇലക്ട്രോണിനെ ഒക്യുപ്പൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ സിലിക്കൺ ഇന്നർ കോറിലുള്ള ഒരു സിലിക്കണിനാണ് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് അറ്റ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് ഈ വേക്കൻസി പൊസിഷനിലേക്കായിരിക്കാം അല്ലെങ്കിൽ ഈ വേക്കൻസി പൊസിഷനിലായിരിക്കാം. സോ ഇതിൻ്റെ അകത്ത് തന്നെ സിസ്റ്റത്തിൻ്റെ വാലൻസ് ബാൻഡിൽ അല്ലെങ്കിൽ സിലിക്കൺ ആറ്റത്തിൻ്റെ വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ മോഷൻ
സാധ്യതയുണ്ട് ഈ ഹോളിൻ്റെ അല്ലെങ്കിൽ ഈ വേക്കൻസിൻ്റെ പ്രസൻസ് കൊണ്ട്. സോ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കറണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റും. സോ ഈ ഹോൾസിൻ്റെ പ്രസൻസ് നമ്മൾ വാലൻസ് ബാൻഡിൽ ഉള്ളത് കൊണ്ട് ഒരു ഇലക്ട്രോൺ മൂവ്മെൻറ്റ് പോസിബിലിറ്റിയും വാലൻസ് ബാൻഡിലുണ്ട്. ഇലക്ട്രോൺസ് മോഷൻ നമ്മൾക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും വാലൻസ് ബാൻഡിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിലും ഉള്ള ഇലക്ട്രോൺസ് ഒരു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിലെ നെഗറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ റിപ്പൽഷൻ കൊണ്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാം. ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴും നമുക്ക് കണ്ടക്ഷൻ കിട്ടാനോ അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ടിവിറ്റി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇലക്ട്രോൺസ് ഹോൾസ് പെയർസിൻ്റെ ജനറേഷൻ കൂടുന്നതനുസരിച്ച് വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ്റെ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിലും കണ്ടക്ടിവിറ്റിയുടെ പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ തെർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമൽ എനർജി അബ്സോർബ് ചെയ്യുന്ന റേറ്റ് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺ ഹോൾസ് പെയർസ് ജനറേറ്റ് ചെയ്യുകയും അതുവഴി നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ പറ്റും. സോ നമ്മളിവിടെ പറഞ്ഞത് ഇലക്ട്രോൺസും ഹോൾസും എങ്ങനെയാണ് വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും അവൈലബിൾ ആകുന്നത്. വാലൻസ് ബാൻഡിൽ അവൈലബിൾ ആകുന്നത് ഹോൾസ് ആണ്, കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആകുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ വെദർ ഇറ്റ് ഈസ് ഹോൾ ഓർ ഇലക്ട്രോൺ, ആക്ച്വലി വിച്ച് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഈസ് ഇലക്ട്രോൺ. സോ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് റെഡിലി അവൈലബിൾ ആയിരിക്കും, വാലൻസ് ബാൻഡിൽ ഹോൾ ഉണ്ടാവും, വേക്കൻസി ഉണ്ടാവും. ആ വേക്കൻസിയിലേക്ക് വേറൊരു പൊസിഷനിലെ ഇലക്ട്രോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഇലക്ട്രോൺ വരിക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മോഷനാണ്. സോ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും നമുക്ക് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ കറണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. Okay, if the conduction band electrons and the hole are created by excitation of a valence band electron to the conduction band, they are called electron hole pairs. നമ്മൾ പറഞ്ഞു എന്താണ് ഇലക്ട്രോൺ ഹോൾ പെയർ എന്ന് പറയുന്നത്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ അതിൻ്റെ എനർജി ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് ഇലക്ട്രോൺ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുന്നതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ആ ജമ്പ് ചെയ്യുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ അവൈലബിൾ ആയിരിക്കും, ആ ലൂസ് ചെയ്ത പൊസിഷനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹോൾ അവൈലബിൾ ആയിരിക്കും. ഈ രണ്ടിനത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഹോൾ പെയർ. ദ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ഇൻ പ്യുവർ സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ് ഓൺലി അബൌട്ട് 10⁻10 ഇലക്ട്രോൺ ഹോൾ പെയർസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് കമ്പയർഡ് ടു ദ സിലിക്കൺ ആറ്റം ഡെൻസിറ്റി ഓഫ് 5 × 10⁻22 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ സിലിക്കൺ ആറ്റത്തിൻ്റെ 1 സെൻറ്റിമീറ്റർ ക്യൂബിൽ നമ്മളുടെ ടോട്ടൽ കൗണ്ട് ഓഫ് സിലിക്കൺ ആറ്റം എന്ന് പറയുന്ന 5 × 10⁻22 ക്ലോസ് ടു അവഗാഡ്രോ നമ്പർ. ഓക്കെ, അത്രമാത്രം വളരെ ലാർജ് ആയിട്ടുള്ള നമ്പർ ഓഫ് അല്ലെങ്കിൽ അത്രമാത്രം ബിഗ് നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും നമ്മളുടെ സിലിക്കൺ സ്ട്രക്ചറിലുള്ളത്. അതിൽ നിന്ന് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾ പെയർസ് റൂം ടെമ്പറേച്ചറിൽ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള സിലിക്കൺ ആറ്റം എന്ന് പറയുന്നത് 10⁻10 ഇലക്ട്രോൺ ഹോൾ പെയർസ് ആയിരിക്കും. 10⁻22 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 10⁻10 എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഫിഗറാണ്. സോ സ്മോൾ എമൗണ്ട് ഓഫ് സിലിക്കൺ ആറ്റം വിൽ ഇൻവോൾവ് ഇൻ ദ ബ്രേക്കിംഗ് ഓഫ് ദീസ് covalent bonds, sigma bond, and thereby generation of electron hole pairs. Thus, few electrons in the conduction band are free to move about via the many available empty states. So, ഒരു ഇലക്ട്രോൺസ് ഒരു കണ്ടക്ഷൻ ബാൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള എല്ലാ എനർജി ലെവലിലേക്കും ആ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിലെ ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റ്സ് എല്ലാം വളരെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ ക്ലോസ്ഡ് ബാൻഡ്സിലേക്ക് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പ്രൊമോട്ട് ചെയ്യും. Okay, so thereby we can make sure that, or we can say there is some electron movement in the conduction band because of the presence of the electron, thermally generated electron in conduction band. So, in a filled band, all available energy states are occupied. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ അല്ലെങ്കിൽ വാലൻസ് ബാൻഡിൽ ഫിൽഡ് ആണെങ്കിൽ എല്ലാ എനർജി സ്റ്റേറ്റ്സും ഓക്യുപ്പൈഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിലിക്കൺ ആറ്റത്തിൻ്റെയും ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഫോർ എവറി ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ ഗിവൻ വെലോസിറ്റി ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇലക്ട്രോൺ മോഷൻ സംവെയർ എൽസ് ഇൻ ദ ബാൻഡ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. സോ സിലിക്കൻ്റെ വാലൻസ് ബാൻഡിലെ ഓരോ സിഗ്മ ബോണ്ടും നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്മ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് 2 ഉണ്ടായിരിക്കും. ഈ 2 അവിടെ ഫിൽഡാണ്. അതുപോലെ ലെഫ്റ്റിലേക്ക് വരുന്ന കോവാലൻ ബോണ്ടിലും ഇവിടെ 2 ഇലക്ട്രോൺസ് ഫിൽഡാണ്. അതുപോലെ ഓരോ കോവാലൻ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് വെച്ച് ഫിൽഡായിരിക്കും. ഓക്കെ, സോ ഈ 2 ഇലക്ട്രോൺസ് ഒരു ബാൻഡിൽ ഓക്യുപ്പൈ ചെയ്യുന്ന 2 ഇലക്ട്രോൺസ് നമുക്കറിയാം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരെണ്ണം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്, അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും സ്പിൻ ചെയ്യുന്നത്. സോ +1/2 ആൻഡ് -1/2 കോൺസെപ്റ്റ് നമ്മൾ സ്പിൻ കോണ്ടന്റ് നമ്പറിൽ പറഞ്ഞതാണ്. സോ ഒരു ഇലക്ട്രോൺ ഒരു കോവാലൻ ബോണ്ടിലെ 2 ഇലക്ട്രോൺസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അതേ ബാൻഡിൽ തന്നെ
തന്നെ വേറൊരു പൊസിഷനിൽ ഈ സിലിക്കൺ ആറ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ വെലോസിറ്റിയിൽ അതേ ഡിസ്റ്റൻസിൽ അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് മാറിയിട്ട് വേറൊരു ഇലക്ട്രോൺസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അതായത് ക്ലോക്ക് വൈസ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് അതിന് കറസ്പോണ്ടിങ് ആയ ഇലക്ട്രോൺ കറണ്ടിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസിൽ അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് സെയിം പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു പൊസിഷനിൽ ഒരു ഇലക്ട്രോൺ ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യുന്നത്. സോ ഒരു കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ അടുത്ത കറണ്ട് അപ്വേർഡ് ആയിരിക്കും. സോ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലെ ഈ ഇലക്ട്രോൺസിൻ്റെ റിസൾട്ട്സ് കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0. ഈവൻ ദ ഇലക്ട്രോൺസ് ആർ മൂവിങ്, ഒരു ഇലക്ട്രോണിൻ്റെ കറണ്ടിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്ന ഇലക്ട്രോൺസ് അതേ ബാൻഡിൽ തന്നെ, വാലൻസ് ബാൻഡിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈവൻ ദോ വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ആർ മൂവിങ് വിത്തിൻ ദിസ് outermost shell, the current produced by them may cancel each other. അതൊരു കൺസെപ്റ്റാണ്. സോ ഇഫ് യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്, ഒരു ബാറ്ററി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെറ്റ് കറണ്ട് ഈസ് 0. ഒരു കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ബിക്കോസ് ഫോർ എവറി ഇലക്ട്രോൺ ജെ മൂവിങ് വിത്ത് വെലോസിറ്റി വി ജെ ദർ ഇസ് എ കറസ്പോണ്ടിങ് ഇലക്ട്രോൺ ജെ ഡാഷ് വിത്ത് വെലോസിറ്റി മൈനസ് വി ജെ. അതായത് സിലിക്കൺ ആറ്റത്തിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ മാറി ഒരു ഇലക്ട്രോൺസ് ഒരു അപ്വേർഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ 1 സെൻറ്റിമീറ്റർ ലെഫ്റ്റിലേക്ക് മാറി ഒരു ഇലക്ട്രോൺ ഡൗൺവേർഡ്സിൽ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് പ്ലസ് ഐ ജെ ആയിരിക്കും, ഇത് മൈനസ് ഐ ജെ ആയിരിക്കും. സോ ഓരോ വാലൻസ് ഷെല്ലിലെ ഓരോ സിലിക്കൺ ആറ്റത്തിൻ്റെയും ഓരോ വാലൻസ് ഷെല്ലിൻ്റെയും ഓരോ ഇലക്ട്രോൺസിൻ്റെയും കറണ്ടിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ വേറൊരു കറണ്ട് അതേ രീതിയിൽ ഓപ്പോസിറ്റായിട്ട് സെയിം സ്ട്രെങ്ത് ആൻഡ് സെയിം മാഗ്നറ്റ് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സെയിം ആവുന്ന രീതിയിൽ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. സോ ടോട്ടൽ ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻസ് കൊണ്ട് വാലൻസ് ബാൻഡിലെ നോർമൽ കണ്ടീഷനിൽ വരുന്ന അല്ലെങ്കിൽ ബോണ്ടൊന്നും ബ്രേക്ക് ചെയ്യാത്ത സമയത്ത് വരുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് സിഗ്മ ഐ ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എല്ലാ ഇലക്ട്രോൺസിൻ്റെയും കറണ്ടിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ നമ്മൾ ഇതിന് എനർജി EK ഡയഗ്രാം, എനർജി സ്പേസ് വെക്റ്റർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്റ്റർ K എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ വെക്റ്ററാണ്. അടുത്ത സ്ലൈഡിൽ പറയും. വിച്ച് ഇസ് ഗിവൺ ബൈ 2π/λ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വെലോസിറ്റി ആൻഡ് ദെൻ മൊമെൻറ്റം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിക്കുന്നതാണ് ഈ EK ഡയഗ്രാം എന്താണെന്നുള്ളത്. സോ മൊമെൻറ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടേമാണ് നമ്മളുടെ ഈ K എന്ന് പറയുന്ന ഫാക്ടർ. സോ പ്ലസ് കെ ജെ എന്ന് പ്ലസ് മൈനസ് എന്ന് പറയുന്ന അതിൻ്റെ ഡയറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ KJ എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു J ഇലക്ട്രോൺ ഉണ്ട്, അത് 5ാമത്തെ ഇലക്ട്രോൺ ഉണ്ട്. അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു മൈനസ് KJ എന്ന് പറയുന്ന പൊസിഷനിൽ വേറൊരു ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. സോ 2 ഇലക്ട്രോണിൻ്റെയും എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അത് ക്യാൻസൽ ആവുന്ന രീതിയിലായിരിക്കും. ഇതിനാണ് ഒരു എനർജി ബാൻഡ് ഡയഗ്രമായിട്ട് ഇതിൻ്റെ വാലൻസ് ബാൻഡിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ വാലൻസ് ബാൻഡാണ്. ഓക്കെ, സോ വാലൻസ് ബാൻഡ് എനർജിക്ക് വരുന്നത് ഇതുപോലെ ഒരു ഡയഗ്രമായിരിക്കും. നമ്മളതിനകത്ത് പരാബോള ആകാൻ കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, എനിവേ, സോ നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്ന K is known as a vector 2π/λ which is proportional to ഇലക്ട്രോൺ മൊമെൻറ്റം. സോ K എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. അതിന് നമ്മൾ K is equal to 2π/λ എന്ന് പറയുന്നത്, അതിന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ അത് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മൊമെൻറ്റം ആൻഡ് ദെൻ വെലോസിറ്റി. സോ ഇലക്ട്രോൺ സ്പീഡിന് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ ഫ്രം ദ ഡയഗ്രാം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് 2 ഇലക്ട്രോൺസ് ഹാവ് ഓപ്പോസിറ്റ്ലി ഡയറക്റ്റഡ് വെലോസിറ്റീസ്. 2 ഇലക്ട്രോൺസിൻ്റെയും വെലോസിറ്റീസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ വിത്ത് n ഇലക്ട്രോൺസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഇൻ ദ ബാൻഡ്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിക്കൺ വേഫറിൽ n ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദ കറണ്ട് ഡെൻസിറ്റി J ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് Q × V ആണ്. സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇക്വേഷനാണ് I is equal to NAVE എന്ന് പറയുന്ന ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ VA പറയുന്ന പേരാണ് VD എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിനുണ്ടാകുന്ന വെലോസിറ്റി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ആ ടേം നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കുന്നതാണ്. സോ N × E എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ചാർജാണ്. സോ ഈ N × E എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ ചാർജ് ആയിരിക്കും. സോ QAVD എന്ന് എഴുതാൻ പറ്റും. ദെൻ ഈ A ഇങ്ങോട്ട് കൊണ്ടുവന്ന്
കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് I/A ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു വി ഡി എന്ന് എഴുതാൻ പറ്റും. I/A എന്ന് പറയുന്നതാണ് നമ്മളുടെ കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത്. സോ ജെ എന്ന് പറയുന്ന ടേം നമുക്കിവിടെ പറയുന്നത് കറണ്ട് ഡെൻസിറ്റി എന്നാണ്. സോ കറണ്ട് ഡെൻസിറ്റിയെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും മൈനസ് ക്യൂ ഇൻറ്റു വി ഡി. വി ഡി എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ ഫസ്റ്റ് ഇലക്ട്രോൺ മുതൽ എൻ ഇലക്ട്രോൺ വരെയുള്ള എല്ലാ ഇലക്ട്രോൺസിൻ്റെയും വെലോസിറ്റിയുടെ സം കൊണ്ട് നെഗറ്റീവ് ചാർജ്, അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കറണ്ട് ഡെൻസിറ്റി കിട്ടും. അത് ഈ എല്ലാ വെലോസിറ്റിയുടെയും സമ്മ സീറോ, നമ്മൾ പ്രീവിയസ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഈ വെലോസിറ്റിയുടെ എല്ലാത്തിൻ്റെയും റിസൾട്ട് സീറോ ആയിരിക്കും. സോ മൈനസ് ക്യൂ ഇൻറ്റു വി ഐ എന്ന് പറയുന്നത് സീറോ ആയിട്ട് നമുക്ക് വരും. ഓക്കെ, സോ മൈനസ് ജെ എന്ന് പറയുന്നത് 0 കെൽവിനിൽ അബ്സല്യൂട്ട് സീറോയിൽ ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ നമ്മൾക്കറിയാം നൗ ഇഫ് വി ക്രിയേറ്റ് എ ഹോൾ ബൈ റിമൂവിങ് ദ ജെത്ത് ഇലക്ട്രോൺ, ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. സോ ഒരു കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ജെത്ത് പൊസിഷനിൽ നിന്ന് 100th സിലിക്കൺ ആറ്റത്തിൻ്റെ കോവാലൻ ബോണ്ടാണ് ബ്രേക്ക് ചെയ്തതെന്ന് വിചാരിക്കുക. സോ ജെത്ത് ഇലക്ട്രോൺ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക, ആ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ആ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്ത ഇലക്ട്രോണിൻ്റെ ലൊക്കേഷനിൽ നമുക്കൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഈ സിലിക്കൺ ആറ്റത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സിലിക്കൺ ആറ്റത്തിൻ്റെ കൗണ്ടർ പാർട്ടിൽ വരുന്ന അതേ സിലിക്കൺ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺസ് അവിടെ ഇപ്പോഴും പ്രസൻസ്, അല്ലെങ്കിൽ നെയ്ബറിങ് സിലിക്കൺ ഇപ്പോഴും അവിടെ പ്രസൻസ് ആണ്. ഓക്കെ, സോ ബ്രേക്ക് ചെയ്തതിൽ ഒരു ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ടേക്ക് പ്രൊമോട്ട് ചെയ്തത്, ഈ സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇൻ ദ വാലൻസ് ബാൻഡ് ഇൻവോൾവ്സ് ദ സം ഓവർ ദ ഓൾ വെലോസിറ്റീസ് മൈനസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ വി ഹാവ് റിമൂവ്ഡ്. സോ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്, ടോട്ടൽ നമ്മൾ ഓരോ സിലിക്കൺ ആറ്റം നോക്കുമ്പോൾ സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേറൊരു സിലിക്കൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ആണ് നമുക്കറിയാം മൈനസ് ക്യൂ, അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി എന്ന് മൈനസ് ക്യൂ ഇൻറ്റു സിഗ്മ ഈസ് ഈക്വൽ 1 to n vi, ഇതാണ് ടോട്ടൽ. ഈ കണ്ടീഷനിൽ നിന്നാണ് നമ്മൾക്ക് ഒരു ഇലക്ട്രോൺ നഷ്ടമായത്. ആ നഷ്ടമായ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് വി ജെ എന്ന് പറയുന്നത്. ആ വെലോസിറ്റി കൊണ്ടുണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി, അല്ലെങ്കിൽ ആ ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് കറക്റ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇൻറ്റു വി ജെ ആണ്. സോ ടോട്ടൽ നമുക്ക് ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ 0 കെൽവിനിലുണ്ടായ ടോട്ടൽ കറണ്ട് ഡെൻസിറ്റിയാണ്. അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിൻ്റെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് ലൂസായി, ആ ലൂസായതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ കിട്ടുന്നതാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടായ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇത് മനസ്സിലാക്കേണ്ട ടേമാണ് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n vi. ഈ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും വെലോസിറ്റിയുടെ സം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അത് സീറോ ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത് 0 പ്ലസ് മൈനസ് ഓഫ് മൈനസ് ബിക്കം ക്യൂ വി ജെ. അതായത് ഈ സമയത്ത് ഒരു ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺ എനർജി കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലസ് ക്യൂ വി ജെ ആയിരിക്കും. സോ ഈവൻ ദോ ഇവിടെ നമ്മൾക്ക് ഇലക്ട്രോൺ ആണ് ലൂസ് ആയത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് നേച്ചറുള്ള കറണ്ട് ഡെൻസിറ്റിയാണ്. പോസിറ്റീവ് നെഗറ്റീവ് ദാറ്റ് ഈസ് ഈക്വലൻ ടു എ പ്രോട്ടോണിന് കറസ്പോണ്ടിങ് ആയ ഒരു ഇലക്ട്രോൺ ചാർജാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കറണ്ടാണ് നമ്മൾക്ക് വാലൻസ് ബാൻഡിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ടിൽ വരുന്നത്. സോ കറണ്ട് ഡെൻസിറ്റി അറ്റ് ദ വാലൻസ് ബാൻഡ് ആഫ്റ്റർ ബ്രേക്കിംഗ് ഓഫ് ദ കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത് ജെ ഈസ് ഈക്വൽ ടു പ്ലസ് ക്യൂ വി ജെ ആയിട്ട് മാറും. സോ അവിടെ ആക്ച്വലി പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് ഇലക്ട്രോൺ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കോൺട്രിബ്യൂഷൻ നമ്മളുടെ സെമി കണ്ടക്ടർ സ്പെസിമെനിൽ വരുന്നത് ഒരു പോസിറ്റീവ് ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോളിന് കറസ്പോണ്ടിങ് ആയ കറണ്ട് നമ്മൾക്ക് കിട്ടുന്നത് ഒരു പ്രോട്ടോണിന് കറസ്പോണ്ടിങ് ആയ കറണ്ടാണ്. സോ അതുകൊണ്ട് ഹോൾ എന്ന് പറയുന്നത് ആക്ച്വലി പ്രസൻസ് ഇല്ലാത്ത ഒരു വേക്കൻസിയെ കാണിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ആ വേക്കൻസിയെ ഒരു പോസിറ്റീവ് നേച്ചറുള്ള ഒരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഒരു വാലൻസ് ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ബ്രേക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നേച്ചറുള്ള പാർട്ടിക്കിളായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഹോൾസിനെ പോസിറ്റീവ് നേച്ചറുള്ള പാർട്ടിക്കിൾ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഹോളിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന കറണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കറണ്ട് ആയിരിക്കും. ആ പോസിറ്റീവ് കറണ്ടിനെ നമ്മൾ ഇവിടെ വിളിക്കുന്നത് ഹോൾ കറണ്ട് എന്നാണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്.
ഓക്കെ, പ്ലസ് ക്യൂ വി ജെ എന്ന് പറയുന്ന കറണ്ട് കിട്ടുക. ഓക്കെ, ദിസ് കറണ്ട് ദസ് ദ കറണ്ട് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ഹോൾ മിസ്സിംഗ് ഇലക്ട്രോൺ. ഹോൾ എന്ന് പറയുന്ന ആക്ച്വലി ഒരു പാർട്ടിക്കിൾ അല്ല, ദാറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ, അതിനെ മിസ്സിംഗ് ഇലക്ട്രോൺ എന്നാണ് പറയുക. ഈസ് ഇക്വലൻ ടു ദാറ്റ് ഓഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വിത്ത് വെലോസിറ്റി വി ജെ. സോ വി ജെ എന്ന് പറയുന്ന മൈനസ് വി ജെ എന്ന ഇലക്ട്രോണിനെ നമുക്ക് ലൂസ് ആകുമ്പോൾ ഒരു സിസ്റ്റത്തിൽ നമുക്കറിയാം ബാലൻസ്ഡ് കറണ്ട് ഉണ്ടാകുന്നത്. നമ്മുടെ സിലിക്കൺ ആറ്റംസ് കുറേ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഐ ജെ എന്ന് പറയുന്ന കറണ്ട് മേളിലേക്കുണ്ട്, മൈനസ് ഐ ജെ എന്ന് പറയുന്ന കറണ്ട് താഴേക്കുണ്ട്. അതിൽ മൈനസ് ഐ ജെ ആണ് നമ്മൾക്ക് മിസ്സായത് എന്ന് വിചാരിക്കുക. ഇത് മിസ്സാകുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യുന്ന പ്ലസ് ഐ ജെ നമുക്ക് മുകളിലേക്ക് കറണ്ട് കിട്ടും. സോ ഈ കറണ്ട് നമുക്ക് ബാലൻസ് ബാൻഡിൽ ഈ കറണ്ട് കോൺട്രിബ്യൂഷൻസ് ടോട്ടൽ കറണ്ട് കോൺട്രിബ്യൂഷനായിട്ട് ആഡ് ചെയ്ത് വരും ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. സോ ബാലൻസ് ബാൻഡിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് പ്ലസ് ഐ ജി ആയിരിക്കും. പ്ലസ് ഐ ജി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾസ് കൊണ്ടുണ്ടാകുന്ന കറണ്ടാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോൾ കൊണ്ടുണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നേച്ചറിലായിരിക്കും. Okay. Therefore, empty states in the valence band is treated as charge carriers with a positive charge, and a positive mass is known as a hole. And this positive mass, സോ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ മിസ്സിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ എന്ന്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ചാർജായിട്ട് നമുക്ക് ഈ ഹോളിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസും ഹോൾസും എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ പറഞ്ഞത്. ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് സെമി കണ്ടക്ടേഴ്സിന് ഇലക്ട്രോൺ എനർജി ഗെയിൻ ചെയ്താൽ ഇലക്ട്രോൺ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിൽ ആ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോണായിട്ട് അവൈലബിൾ ആയിരിക്കും. ആ ബ്രേക്ക് ചെയ്ത പൊസിഷനിലെ ഇലക്ട്രോൺസിന് നമ്മൾ മിസ്സിംഗ് ഇലക്ട്രോൺ എന്ന് പറയും. ആ മിസ്സിംഗ് ഇലക്ട്രോണിനെ ഹോൾ എന്നാണ് വിളിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാലൻസ് ബാൻഡിൽ ഉണ്ടാകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നേച്ചറിലുള്ള കറണ്ട് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്കാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ സെമി കണ്ടക്ടർ നമ്മൾ പഠിച്ചു സിലിക്കൺ ആൻഡ് ജെർമേനിയമാണ് എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിൽ വരിക. സോ എന്താണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 2 ടൈപ്സ് സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. എ പെർഫെക്റ്റ് സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ വിത്ത് നോ ഇമ്പ്യൂരിറ്റീസ് ഓർ ലാറ്റിസ് ഡിഫക്ട്സ് ഈസ് കോൾഡ് എ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. സോ ഈ സെമി കണ്ടക്ടറിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് ഒരു ഇമ്പ്യൂരിറ്റീസും വേറൊരു ആറ്റവും ഇല്ലാതെ പ്യൂർ സിലിക്കൺ മാത്രമുള്ള ഒരു സ്പെസിമെനാണ്. ഒരു ലാറ്റിസ് ഡിഫക്ട്സ് ഉള്ള എല്ലാ സ്പേസിലും എല്ലാ സിലിക്കൺ ആറ്റം ലാറ്റിസ് സ്പേസിൽ എല്ലാ സിലിക്കൺ ആറ്റവും ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ട്, ഒരു വേക്കൻസിയും ഇല്ല. അങ്ങനെയുള്ള സിലിക്കണിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, at 0 Kelvin the valence band is filled with electrons and the conduction band is empty. നമ്മൾ പറഞ്ഞു 0 Kelvinലെ എല്ലാ എനർജി സ്റ്റേറ്റ്സും വാലൻസ് ബാൻഡിൽ ഓക്യുപ്പൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ വാലൻസ് ഷെല്ലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോവാലൻ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാ സ്റ്റേറ്റ്സും കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺസും അവൈലബിൾ ആയിരിക്കില്ല. സോ അത് എം ടി കണ്ടീഷനിലുമായിരിക്കും. ഓക്കെ, ആൻഡ് സോ ദർ ആർ നോ ചാർജ് ക്യാരിയേഴ്സ്. ഇവിടെ കണ്ടക്ഷൻ ബാൻഡിൽ ചാർജ് ക്യാരിയേഴ്സ് ഒന്നും കാണില്ല. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ 0 Kelvinൽ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ 0 ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാവുക. സോ കണ്ടക്ടിവിറ്റി ഇല്ല. സോ അറ്റ് 0 Kelvin സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് an insulator. Okay, so at higher temperature കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ജനറേറ്റഡ് ആസ് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് തെർമലി അക്രോസ് ദ ബാൻഡ് ഗ്യാപ്പ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടാകും. അതിനാണ് ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ജനറേറ്റഡ് ആസ് വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് തെർമലി അക്രോസ് ദ ബാൻഡ് ഗ്യാപ്പ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേഷൻ എന്ന് പറയുന്നത്. ദീസ് ഇലക്ട്രോൺ ഹോൾ പെയർസ് ആർ ദ ഓൺലി ചാർജ് ക്യാരിയേഴ്സ് ഇൻ ഇൻട്രിൻസിക് മെറ്റീരിയൽ. സോ ഇൻട്രിൻസിക് മെറ്റീരിയലിലേക്ക് വരുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഫ്രീ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിലായിട്ടുള്ള മിസ്സിംഗ് ഇലക്ട്രോൺസ് അഥവാ ഹോൾസ്, ഈ 2 ക്യാരിയേഴ്സാണ് നമ്മളുടെ സെമി കണ്ടക്ടറിൽ നോർമൽ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ക്യാരിയേഴ്സായിട്ട് ഉള്ളത്. അതിന് നമ്മൾ ക്യാരിയർ, കറണ്ട് കണ്ടക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മളതിനെ ക്യാരിയർ എന്നാണ് പറയുക, ചാർജ് ക്യാരിയേഴ്സ്. സോ ഇലക്ട്രിക് കറണ്ടിന് കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് ബോത്ത് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എഫക്ട്സ് ആർ അവൈലബിൾ ഇൻ സെമി കണ്ടക്ടർ ഇൻ നോർമൽ റൂം ടെമ്പറേച്ചർ. The electron hole pairs are generated by breaking of covalent bonds in the crystal lattice. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നത്
ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും. ഇഫ് വൺ ഓഫ് ദ സിലിക്കൺ വാലൻസ് ഇലക്ട്രോൺ ഈസ് ബ്രോക്കൺ അവേ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ബോണ്ടിങ് സ്ട്രക്ചർ, സിലിക്കണിൻ്റെ ഏതെങ്കിലും ഒരു സിലിക്കണിൻ്റെ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ഇറ്റ് ബിക്കംസ് ഫ്രീ ടു മൂവ് ആൻഡ് എ കണ്ടക്ഷൻ ഇലക്ട്രോൺ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ബ്രോക്കൺ ബോണ്ട് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. നമ്മൾ പറഞ്ഞു ആ ബ്രേക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ അവൈലബിൾ ആയിരിക്കും, അതിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മളുടെ വാലൻസ് ബാൻഡിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ ഹോൾ എന്ന് പറയും. ദ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ബോണ്ട് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് എനർജി. സോ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് എനർജി ബ്രേക്ക് ചെയ്തിട്ട് അത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പറയുന്ന എനർജി എന്ന് പറയുന്നത് നമ്മളുടെ EG ആയിരിക്കണം, ഈ ഫോർവേഡ് എനർജി ബാൻഡ് ആയിരിക്കണം. ഇത് നമ്മളുടെ വാലൻസ് ബാൻഡ്, നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡ്. ഈ ഇത്രമാത്രം എനർജി ഈ ഇലക്ട്രോൺസിന് കിട്ടിയാൽ മാത്രമേ ബ്രേക്ക് ചെയ്തിട്ട് അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുള്ളൂ. സോ ഓക്കെ, സോ ഇൻ അവർ സിലിക്കൺ കേസ് ദിസ് ഇലക്ട്രോൺ എനർജി ഈസ് 1.1 eV. The free electron makes a transition from valence band to the conduction band and is free at any available states in the conduction band. നമ്മൾ ഹോൾസ് ജനറേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഈ ബ്രേക്ക് ചെയ്യുന്ന ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിൽ അത് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ഫ്രീ ടു മൂവ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ന് പറയുന്നത്. സോ സെമി കണ്ടക്ടർ നോർമൽ ഇമ്പ്യൂരിറ്റി ഒന്നും ആഡ് ചെയ്യാത്ത ഒരു സെമി കണ്ടക്ടറിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാം സിലിക്കൺ ആറ്റത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നോർമൽ കണ്ടീഷനിൽ എല്ലാം സിലിക്കൺ അവിടെ കാണിച്ചിട്ടുണ്ട്, സിലിക്കൺ ആറ്റംസ്. സോ ആ സിലിക്കൺ ആറ്റംസ്. സോ ഇവിടെ രണ്ട് സിലിക്കൺ ആറ്റംസ് ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടായി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഈ സിലിക്കൺ ആറ്റം ഇവർ തമ്മിലുണ്ടായിരുന്ന ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഓരോ സിലിക്കൺ ആറ്റത്തിൻ്റെയും എന്താ പറയുക ഇലക്ട്രോൺസ് നമുക്ക് ലൂസാകും. സോ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ ബോണ്ടാണ് ബ്രേക്ക് ആയത്. സോ ആ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഓരോ ഇലക്ട്രോൺസും ഇവിടെ ഫ്രീ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഉണ്ടാകുന്ന വേക്കൻസിയാണ്. ഈ ഇലക്ട്രോൺസ് ഇവിടെ തന്നെയുണ്ട്, ഈ ഇലക്ട്രോൺസ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറും, അതായത് ഫ്രീ ടു മൂവ് ആണ്. എനർജി ഇതിൻ്റെ സിലിക്കൺ ആറ്റത്തിൻ്റെ കൺട്രോളിൽ നിന്ന് അത് പുറത്തു പോയി. സോ വേക്കൻസി ഇവിടെയുണ്ട്, അതിനെ നമ്മൾ H+ അല്ലെങ്കിൽ ഹോൾ എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയും ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു ഇലക്ട്രോൺ ഉണ്ടോ. ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെ എഫക്ട്സിലല്ല, അത് ഫ്രീ ആണ്. അത്രമാത്രം എനർജി ആ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് റെഡി ടു മൂവ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ അത് ഇവിടെയും ഒരു വേക്കൻസി ഉണ്ട്, അതിനെ നമ്മൾ H+ എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഹോളും ജനറേറ്റ് ചെയ്തു. ഇവിടെ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹോളും. സോ ടോട്ടൽ 2 ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്തു, 2 ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 2 ഹോളും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നോർമൽ കണ്ടീഷനിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും, Nന് ഇലക്ട്രോൺസ് എന്നും പോസിറ്റീവിന് P ടൈപ്പിന് നമ്മൾ ഹോൾ എന്നും പറയും. സോ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും ഹോൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കും. അതിനെ നമ്മൾ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ Ni എന്ന് പറയും. ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ, അതായത് നോർമലി ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺസ് ഹോൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺ ജനറേറ്റഡ് ആൻഡ് നമ്പർ ഓഫ് ഹോൾ ജനറേറ്റഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ മെനി ബോണ്ട്സ് ആർ ബീയിങ് ബ്രേക്ഡ്. സോ നമ്പർ ഓഫ് ബോണ്ട് ബ്രേക്ക്ഡ് ഹിയർ ഈസ് 2. 2 ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2 ബോണ്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഹോളും 2 ഇലക്ട്രോൺസും അവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും നമ്പർ ഓഫ് ഹോൾസിൻ്റെ എണ്ണവും ഇൻട്രിൻസിക് സെമികണ്ടക്ടർ കേസിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. Okay, so since the electrons and the holes are created in pairs, the conduction band electron concentration N is equal to the concentration of holes in the valence band. So bond break ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്ന ഇലക്ട്രോൺസ് 10 ആണെങ്കിൽ 10 ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയ 10 ഹോൾസും നമ്മളുടെ വാലൻസ് ബാൻഡിൽ അവൈലബിൾ ആയിരിക്കും. സോ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും വാലൻസ് ബാൻഡ് ഹോൾസിൻ്റെ എണ്ണവും ഈക്വൽ. N is equal to P is equal to intrinsic carrier concentration Ni എന്ന് പറയുന്നത്. ഇത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, so each of these intrinsic carrier concentration is commonly referred to as Ni. ഇനി നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ കാൽക്കുലേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. Ni എന്ന് പറയുന്നത് തെർമലി ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ Ni എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ. ദാറ്റ്സ് ഫോർ ഇൻട്രിൻസിക് മെറ്റീരിയൽ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ Ni, അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഇത്ര ഇലക്ട്രോൺസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ Ni എന്ന് വിളിക്കുന്നത്.
Okay, so when an electron in the conduction band makes a transition to an empty states in the valence band, direct or indirect, അല്ലെങ്കിൽ സിലിക്കൺ ആകാം അല്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആകാം. സിലിക്കൺ ആണെങ്കിൽ ഇൻഡയറക്റ്റും കോമ്പൗണ്ട് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഡയറക്റ്റ്, അത് നമുക്കറിയാവുന്നതാണ്. സോ ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ട്രാൻസിഷൻ നടത്തുമ്പോൾ ടു ആൻ എംപ്റ്റി സ്റ്റേറ്റ്സ് ഇൻ ദ വാലൻസ് ബാൻഡ്, ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ കണ്ടക്ഷൻ ബാൻഡിൽ നമുക്ക് ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ബാൻഡിലൊരു ഹോളും ഉണ്ട്. ഓക്കെ, ദെൻ ഏതെങ്കിലും കാരണം കൊണ്ട് ടെമ്പറേച്ചർ ഇലക്ട്രോൺ ലൂസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ എനർജി ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊമോട്ട് ചെയ്ത ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്കും ഇലക്ട്രോൺസ് തിരിച്ചു വരും. ഓക്കെ, ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. കണ്ടക്ഷൻ ബാൻഡിലേക്ക് അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്ത ഫ്രീ എംപ്റ്റി സ്റ്റേറ്റ്സിലേക്ക് ഇലക്ട്രോൺ തിരിച്ചു വന്നിട്ട് വീണ്ടും ആ കോവാലന്റ് ബോണ്ട് സിഗ്മ ബോണ്ട് അവിടെ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെ നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്നു. ഓക്കെ, സോ ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്യുന്നത് പോലെ കുറേ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആകുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ബോണ്ട് റിക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതിന് ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേഷൻ എന്നും ബോണ്ട് കണ്ടക്ഷൻ തിരിച്ചു വന്ന് റിക്രിയേറ്റ് ചെയ്യുന്നതിനെ റീകോമ്പിനേഷൻ എന്നും നമ്മൾ വിളിക്കും. ഇൻ എ സ്റ്റഡി സ്റ്റേറ്റ് carrier concentration, there must be a recombination of electron hole pairs at the same rate at which they are generated. So നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ നമ്മളൊരു സെറ്റിലായി, സോ 37 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആയി ഒരു വിത്തിൻ ഒരു കുറച്ച് സമയം കൊണ്ട് ഒരു 1000 ഇലക്ട്രോൺസ് ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 250 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, റീകോമ്പിനേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ 750 ആയിട്ട് മാറി, ഇവിടെ 250 ആയിട്ട് മാറി. സോ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് 500 ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 500 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് റീകോമ്പിനേഷനിൽ വരും. സോ ഒരേ റേറ്റിൽ തന്നെ ജനറേഷൻ്റെ അതേ റേറ്റിൽ തന്നെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റും. സോ ആ കണ്ടീഷനിൽ അഡീഷണൽ ആയിട്ട് ഒരു ഇപ്പോൾ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ Ni അത്ര മാത്രമായിരിക്കും, അല്ലെങ്കിൽ 2000 ഓൾറെഡി ഇലക്ട്രോൺ ഹോൾ പെയർസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഉണ്ടാകുന്ന 2500 ബാലൻസ് ചെയ്ത് ഒരു 500 തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. സോ അറ്റ് റൂം 37 ഡിഗ്രി സെൽഷ്യസിൽ 2000 ഇലക്ട്രോൺ Ni എന്ന് പറയുന്നത് 2000 ഫോർ എക്സാമ്പിൾ ആയിരിക്കാം. അവിടെ നിന്ന് വീണ്ടും പുതിയ ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ 37 നിന്ന് കൂടിയ ടെമ്പറേച്ചറിൽ നമുക്ക് സിസ്റ്റത്തിന് കൊടുത്തേ പറ്റൂ. ഓക്കെ, സോ ഈ ഇലക്ട്രോണിൻ്റെ എണ്ണം അനുസരിച്ചായിരിക്കും പുതിയ ഇലക്ട്രോൺ ഹോൾ പെയർസ് അവിടെ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, so if the rate of electron hole pairs generated is GI, നമ്മൾ ജനറേഷനെ നമ്മൾ GI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു വിചാരിക്കുക, ആൻഡ് ദ റീകോമ്പിനേഷൻ റേറ്റ് ഈസ് RI. അറ്റ് ഈക്വിലിബ്രിയം രണ്ടിൻ്റെയും സ്പീഡ്, അതായത് 10 ബ്രേക്ക് ചെയ്യുമ്പോൾ 10 ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ജനറേഷൻ. ദെൻ ദർ ഓൺ ബൈ എനി കാരിയർ കോൺസെൻട്രേഷൻ, ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇൻ ദ സിസ്റ്റം അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ജനറേഷൻ റേറ്റ് GI of T, അത് ഈ ടെമ്പറേച്ചറിനനുസരിച്ചുണ്ടാകുന്ന ജനറേഷനിന് നമ്മൾ GI of T എന്ന് പറയുന്നത് ഇൻക്രീസസ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് റേസ്ഡ് ആൻഡ് എ ന്യൂ കാരിയർ കോൺസെൻട്രേഷൻ Ni ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സോ the recombination rate RIT is also increased. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ജനറേഷൻ റേറ്റ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺ ബോണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും കൂടും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി കുറയാനുള്ള സാധ്യതയുണ്ട്. എനർജി കുറയുമ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിലേക്ക് തിരിച്ചു വരും. സോ എത്രമാത്രം ഇലക്ട്രോൺസ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നോ അതേ രീതിയിൽ തന്നെ പുതിയ ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺസ് റീകോമ്പിനേഷനിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ വിത്തിൻ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം രണ്ട് ജനറേഷൻ റേറ്റ്സും റീകോമ്പിനേഷൻ റേറ്റ്സും ഈക്വലായിട്ട് മാറും. സോ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെയും റീകോമ്പിനേഷൻ നടത്തുന്ന ഇലക്ട്രോൺസിൻ്റെയും ഈ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്ര ഇലക്ട്രോൺ അവിടെ ഉണ്ട് Ni അല്ലെങ്കിൽ Pi അനുസരിച്ചാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറ്റ് പ്രസൻറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ, കൂടുതൽ ഇലക്ട്രോൺസ് Ni ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ജനറേഷൻ്റെയും റീകോമ്പിനേഷൻ്റെയും സാധ്യത വളരെ കൂടുതലാണ്. Okay, so at any temperature the rate of recombination of electrons and holes Ri is proportional to the equilibrium concentration of electrons N0 and to the concentration of holes P0. Okay, so at any temperature the rate of recombination of electrons and holes Ri. So electrons recombination നടത്താനുള്ള അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലേക്ക് തിരിച്ചു വരാനുള്ള ആ സാധ്യത എന്ന് പറയുന്നത് ഈ പ്രസൻറ്റ് ടൈമിൽ
ഫോമിൽ ഇതിൻ്റെ അകത്തുള്ള NIയുടെ കോൺസെൻട്രേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ ഇവിടെ 1000 ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, 2000 ഇലക്ട്രോൺസ് ഉള്ള ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ, അതായത് മോർ ടെമ്പറേച്ചർ. ഈ മോർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 2000 കണ്ടീഷനിലായിരിക്കും 2000 2000 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ റേറ്റ് എന്ന് പറയുന്നത് ഒരു 500 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് റീകോമ്പിനേഷൻ നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേസമയം 1000 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒരു 500 പകരം ഒരു 200 ഇലക്ട്രോൺസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് N0 P0 നമ്മൾ ഇക്വിലിബ്രിയം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ജനറേഷൻ റേറ്റും റീകോമ്പിനേഷൻ റേറ്റും ഇരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും RI ഈസ് ഈക്വൽ ടു ആൽഫ ആർ ഇൻറ്റു N0 P0 വിച്ച് ഇസ് ഈക്വൽ ടു N0 P0 എന്ന് പറയുന്നത് NI ആണ്. ആൽഫ ആർ NI സ്ക്വയർ, ആൽഫ ആർ NI സ്ക്വയർ. So RI is equal to alpha R N0 P0 which is equal to alpha R NI square which is equal to GI. Equilibrium conditionലെ റീകോമ്പിനേഷൻ റേറ്റും ജനറേഷൻ റേറ്റും ഈക്വൽ ആയിരിക്കും. അതിനെ നമ്മൾ ആൽഫ ആർ NI സ്ക്വയർ എന്ന് പറയും. ആൽഫ ആർ എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് പാരാമീറ്റർ ആണ്, ഇൻട്രിൻസിക് കോൺസ്റ്റന്റ് ആണ്. ദ ഫാക്ടർ ആൽഫ ആർ ഈസ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി വിച്ച് ഡിപ്പെൻസ് ഓൺ ദ പർട്ടിക്കുലർ മെക്കാനിസം ബൈ വിച്ച് റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ്. തിരിച്ച് റീകോമ്പിനേഷൻ നടത്തുന്ന മെക്കാനിസം, ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ ഈ ആൽഫ ആർ എന്ന് പറയുന്ന പാരാമീറ്റർ. സോ റീകോമ്പിനേഷൻ കോൺസ്റ്റന്റ് ആണത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രിൻസിക് മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്ട്രിൻസിക് മെറ്റീരിയൽസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.